അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ട് ഷോ കാണിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കാമല്ലേ? കുറച്ച് പേർക്കൊക്കെ ഇതറിയാൻ പറ്റിയിരിക്കും. ഭയങ്കര സിമ്പിളാണോ ഇത്? ഒരു മാജിക് കാർഡ് ഇതുപോലെ 20ഉം 15ഉം സെൻറ്റിമീറ്ററുള്ള ഒരു ചാർട്ട് പേപ്പർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ സൈഡിൽ പുറത്തേക്ക് നിൽക്കണ മാതിരി നടുക്കുന്നൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ പുറത്തേക്ക് നിൽക്കണ ആ പേപ്പറില്ലേ അതൊന്നുകൂടി ഇതുപോലെ അങ്ങോട്ട് മടക്കാം. അപ്പം നമ്മുടെ പേപ്പർ കാണാൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് 11.5 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററുള്ള 2 പേപ്പർ എടുക്കുക. അതേ സെയിം അളവിൽ ഒരു OHP ഷീറ്റും കൂടി അങ്ങോട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ അടുത്തൊരു പേപ്പറില്ലേ ആ പേപ്പറിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളെ അങ്ങോട്ട് വരക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞാൾ ഒരു ബലൂണിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണേണ്ട വരച്ചേക്കണത്. എന്നിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ച് നമുക്ക് ഔട്ട്ലൈനും കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പെയിൻറ്റും ചെയ്തെടുക്കാം. നല്ല ബേബി പിങ്കൊക്കെ കൊടുത്ത് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള 2 പേപ്പറില്ലേ അതങ്ങോട്ട് എടുക്കുക. ആ മടക്കിയ പേപ്പറിൻ്റെ ഉള്ളിൽ താഴെ മാത്രം പശ വെച്ച് ഒന്നും വരക്കാത്ത ആ പേപ്പറില്ലേ അതങ്ങോട്ട് ഒട്ടിക്കുക. നോട്ട് ദ പോയിൻ്റ് താഴെ മാത്രം ഒട്ടിക്കാൻ പാടുള്ളൂ. കണ്ട ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ മടക്കിയ പേപ്പറില്ലേ ഈ പേപ്പറിൻ്റെ ഫ്രണ്ടിൽ 1.5 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ബോക്സ് വരക്കാം. ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒരു ബോക്സ് വരക്കാം. അതങ്ങോട്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് താഴത്തും സൈഡിലും പശ വെച്ച് ഒട്ടിക്കാം. പിന്നെ നോട്ട് ദി പോയിൻ്റ് താഴത്തും സൈഡിലും മാത്രം, മുകളിൽ ഒട്ടിക്കരുത്. എന്നിട്ട് പിന്നെ ആ OHP ഷീറ്റും പിന്നെ നമ്മൾ ആ വരച്ച പേപ്പറില്ലേ അതും കൂടി എടുക്കാം. ആ മുകളിൽ നിന്ന് ഒരു ഇച്ചിരി ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് പിന്നെ ഒരു നീളം പേപ്പർ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഒരു ഡബിൾ സൈഡ് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ സാധാരണ പശയായാലും മതി, അത് വെച്ചിട്ട് ഇതുപോലെ മുകളിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 പേപ്പറും കൂടി അങ്ങനെ ഒട്ടിക്കിരുന്നോളും. നമ്മൾ വരച്ച പടമില്ലേ ആ വരച്ച പടം ഈ OHP ഷീറ്റിലോട്ട് അങ്ങനെ ട്രേസ് ചെയ്താണ് വരക്കാം. ബ്ലാക്ക് ഔട്ട്ലൈൻ മാത്രം അങ്ങോട്ട് വരച്ചാൽ മതി. ഇതിന് ഏറ്റവും നല്ലത് മാർക്കറാണ് കേട്ടോ ഇങ്ങനെ വരക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഇത് വരച്ച് കഴിയുമ്പോഴേക്കും കണ്ട ഭയങ്കര സിമ്പിളല്ലേ. എന്നിട്ട് നമ്മൾ ഈ കാർഡ് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ OHP ഷീറ്റ് ആദ്യം വരണ രീതിയിലും വരച്ച പടം രണ്ടാമത് വരണ രീതിയിലും ആ നടുക്കൊരു പേപ്പർ ഒട്ടിച്ചിട്ടില്ലേ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങോട്ട് വെക്കാം. ഇത് കണ്ട പതുക്കെ പതുക്കെ അങ്ങോട്ട് കയറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ 2 പടവും സെപ്പറേറ്റ് ആയില്ലേ. പിന്നെ പൊക്ക താത്ത അത്രേ ഉള്ളൂ. ഒന്ന് ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.